ഒമാനിൽ ആക്രമണം ശക്തമാക്കി ഇറാൻ. ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചു. കപ്പലിൽ ഇന്ത്യൻ ജീവനക്കാർ ഉള്ളതായി വിവരം. ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫെ, ഈ കപ്പലിൽ ഇന്ത്യക്കാരുള്ളതായി സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? എന്താണ്? ശ്യാമിലി, ഇന്ന് ഇപ്പോൾ ഒമാൻ തീരത്ത് ഇറാൻ നടത്തിയ ഏറ്റവും കടുത്ത ആക്രമണമായി നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കപ്പൽ പൂർണ്ണമായും തകരുന്ന രീതിയിലേക്കുള്ള ആക്രമണമാണ് ഉണ്ടായത്. 20 ജീവനക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ 20 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വിവരം വരുന്നുണ്ട്. 4 പേർക്ക് മാത്രമാണ് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുള്ളത്. കപ്പൽ പൂർണ്ണമായും തകർന്നുവെങ്കിൽ പോലും ജീവനക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വരാൻ കഴിയുന്നത്. അത് അമേരിക്കയുമായി കരാർ ഒപ്പിട്ട ഒരു കപ്പലാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പലാവു എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള കപ്പലാണ് ഇത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ അമേരിക്കയുമായി കരാർ ഒപ്പിട്ട ഒരു പ്രദേശമാണ് ഇത്. അവരുടെ കപ്പലാണ് ഇപ്പോൾ ദുഃഖം തുറമുഖത്തിന് സമീപത്ത് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളുണ്ടോ അവിടെയെല്ലാം കടുത്ത ഒരു ആക്രമണം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതി തന്നെയാണ് ഇറാൻ തുടരുന്നത്. ഇന്ന് നടന്നതിൽ ഏറ്റവും കടുത്ത ഒരു ആക്രമണവും അങ്ങനെ ആ കപ്പൽ പൂർണ്ണമായും നശിപ്പിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും 20 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ 15 പേരും ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 4 പേർക്കാണ് പരിക്കേറ്റത്. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചു എന്ന നിലയ്ക്ക് ഈ ഒമാനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ആയിരുന്നല്ലോ ഈ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്. അപ്പോഴാണ് ഇപ്പോൾ ഈ ദിവസത്തെ തന്നെ ഏറ്റവും വലിയ ആക്രമണം ഒമാൻ തീരത്തേക്ക് ഇറാൻ നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം ഇനി വിട്ടുവീഴ്ചയ്ക്കില്ല, ഞങ്ങൾ ശക്തമായി തുനിഞ്ഞിറങ്ങുന്നു എന്നൊരു സൂചനയല്ലേ അത്? തീർച്ചയായും ചർച്ചയ്ക്ക് തയ്യാറാണ്, മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ഒമാൻ പറയുമ്പോഴും ഒമാന്റെ തീരപ്രദേശം അടക്കം ഇത്തരത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകൾക്കും മറ്റും തുറന്നിട്ട് കൊടുക്കുന്നത് സ്വാഭാവികമായും ഇറാൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇറാനുള്ളത്. മാത്രമല്ല, ഒമാൻ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു ചർച്ച എത്രത്തോളം ഫലപ്രദമാകുമെന്നും അത് എത്രത്തോളം പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയും എന്നുമുള്ള ഒരു ചിന്ത കൂടി സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിലവിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള കരാറുകൾക്കും കപ്പൽ തീരം അല്ലെങ്കിൽ കടൽ തീരം അടക്കം തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ഇനിയൊരു ചർച്ച എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഇറാൻ അത്ര പെട്ടെന്ന് എത്താനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് കൃത്യമായി തിരഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണം. അത് ഓരോ പോയിന്റിലും ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് മുന്നോട്ട് പോകുന്നത്, അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ചരക്ക് നീക്കമാണ് നടക്കുന്നത്, അങ്ങനെ തിരഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഒരു ആക്രമണം മുഴുവൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം മാത്രമല്ല ഇറാന്റെ ഭാഗത്തുള്ളത്. ഏതൊക്കെ മേഖലകളിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരും സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ താമസിക്കുന്നത്, അത് ഏതൊക്കെ കെട്ടിടത്തിലാണ് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ദുബായിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്ലാറ്റ് സമുച്ചയം നിന്ന് കത്തുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ അവിടെ പ്രവർത്തിക്കുന്നത് CIA അടക്കം ഓഫീസുകളാണ്. അവിടെ കൂട്ടത്തോടെ താമസിക്കുന്നത് അമേരിക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്തുള്ള ഓപ്പറേഷൻ അത് അമേരിക്കൻ സൈന്യവും അമേരിക്കൻ സന്നാഹങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CIA ഉദ്യോഗസ്ഥർ താമസിക്കുന്ന മേഖലകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദുഃഖം പോർട്ടിൽ നടത്തിയ ആക്രമണം അത് വലിയ പ്രഹരശേഷിയുള്ള ആക്രമണമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും ഇന്നുമായി പല പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ശരി, എന്തായാലും ഒമാനിലെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കപ്പലിൽ ഇന്ത്യൻ ജീവനക്കാരുള്ളതായി വിവരം, പക്ഷേ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആസിഫ് മുഹമ്മദ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ